ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കൈൻമാസ്റ്റർ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് സെറ്റിങ്സിലാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് പേര് ഇതിനെ പറ്റിയിട്ട് നമ്മളോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് സെറ്റിങ്സിൽ വെക്കണം, ഒന്നും അറിയുന്നില്ല, അതിൽ കുറേ ഒരു സെറ്റിങ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഏതൊരു യൂട്യൂബർ എന്ന നിലയിൽ നമ്മൾ ഏതാണ് വെക്കേണ്ടത് അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പൊതുവെ മിക്ക യൂട്യൂബേഴ്സും ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്റർ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല, നമുക്ക് മൊബൈലിലാവുമ്പോൾ വളരെ ഒരു ഉപകാരപ്രദമാണ്. കാരണം നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്കതിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ലാപ്പിലാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് വന്ന് ഇരുന്ന് കുത്തിയിരുന്ന് അതിങ്ങനെ എഡിറ്റ് ചെയ്ത് പിന്നെ അത് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ മൊബൈലിലാവുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളത് കൂടെ കൊണ്ടുപോകാം ഒരു സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു വേറെ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഫ്രീ ടൈം കിട്ടിയാലും ലഞ്ച് ബ്രേക്കിലും ഒക്കെ നമുക്ക് ഈ ബാക്കി എഡിറ്റിങ്ങൾ നമുക്കത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത് ലാപ്പിനേക്കാളും മൊബൈലിൽ തന്നെയാണ്. മറ്റുള്ള എല്ലാ ചാനലിനും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്റർ തന്നെയാണ്. അപ്പോൾ കൈൻമാസ്റ്റർ കൊണ്ട് ഇങ്ങനെ കുറച്ച് ഉപകാരമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൈൻമാസ്റ്ററിനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയിൽ കിട്ടണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ധാരാളം സെറ്റിങ്സ് നമുക്കതിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ സെറ്റിങ്സ് പറയുന്നതിന് മുന്നേ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സെറ്റിങ്സ്, അതായത് വീഡിയോ ക്വാളിറ്റി. അത് മിക്ക യൂട്യൂബേഴ്സിനും ചിലപ്പോൾ ഒരു 480 വരെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, ചിലർക്ക് ഒരു 720 ഒക്കെ വരെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ഫയലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് മാനുവലായിട്ട് നമുക്ക് ആ ക്വാളിറ്റിയിൽ കാണാൻ കഴിയും. അതായത് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ക്വാളിറ്റി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇത്രയും ക്വാളിറ്റി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് ആ എക്സ്പോർട്ട് ചെയ്ത ആൾ അത്രയും ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ക്വാളിറ്റിയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ നമ്മൾ എന്തിന് ചെയ്യണമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അതിൽ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് ഫ്രണ്ട്ലി ആവാൻ ചാൻസ് ഉണ്ട്, കൂടുതൽ പരസ്യങ്ങൾ വരും. ഇപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊക്കെ മിക്ക ഒരു വീഡിയോസ് കാണുമ്പോൾ റേഞ്ച് കുറവാണെങ്കിൽ നമ്മൾ 144 ഒക്കെ ഇട്ട് കാണും. അപ്പോൾ അതിനിടയിലുള്ള പരസ്യങ്ങളൊക്കെ വരാൻ ചാൻസ് നമുക്ക് അവിടെ കാണാം, ഒരു യെല്ലോ കളർ ആഡ്സ് ഒക്കെ വരും എന്നുള്ളത്. പക്ഷെ നമുക്ക് വരില്ല, കാരണം ആ ക്വാളിറ്റി കുറവുള്ളതുകൊണ്ട്. ചിലപ്പോൾ നമുക്ക് അറിയാം പരസ്യം വരാനുള്ള ഒരു ടെൻഡൻസി ഒരു സെക്കൻഡൊക്കെ കാണിക്കുന്നത് കാണാം, പക്ഷേ എന്നിട്ട് പരസ്യം വരാനുള്ള ഒരു ഇതുണ്ടാവും, പക്ഷെ വരില്ല. അതൊക്കെ ലോ നെറ്റ്വർക്കും ഉള്ള ഒരു പ്രശ്നം കൊണ്ടാണ്. പക്ഷേ നമ്മൾ നല്ല ക്വാളിറ്റിയിലാണ് കാണുന്നതെങ്കിലും ആ പരസ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വീഡിയോസിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അത് നമുക്ക് ഏണിങ്സ്, ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് ഏണിങ്സ് കൂടുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു ഡെമോയിൽ കാണിക്കുന്നുണ്ട്, ചുമ്മാ വെറുതെ നമ്മളിങ്ങനെ ക്വാളിറ്റി കൂട്ടി വെച്ചതൊന്നും കാര്യമില്ല. അപ്പോൾ അതൊരു ബേസിക് ഒരു റേഷ്യോയിൽ വെച്ച് കഴിഞ്ഞാൽ മതി, അത്രയും മതി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ഡെമോയിൽ കാണിക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള യൂട്യൂബേഴ്സിനൊന്ന് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു. 16:9 എന്നുള്ള ഭാഗം റേഷ്യോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഒരു വീഡിയോ നമ്മളിതിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ചെറിയൊരു വീഡിയോയുടെ ഭാഗം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ വല്ല എഡിറ്റൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു എക്സ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് 2 മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് താഴെ ആ ഒരു ഷെയർ ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ ഒന്ന് പിറകിലേക്ക് വന്നിട്ട് നമുക്ക് ബാക്ക് ബട്ടൺ അമർത്തി പ്രൊജക്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ കാണുന്ന ഭാഗത്തും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാര്യമായിട്ട് എഡിറ്റൊന്നും ചെയ്യാതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ വീഡിയോസിന് ആവശ്യമായിട്ടുള്ള എഫക്റ്റുകളും ബാക്കി കാര്യങ്ങളും കൊടുത്തിട്ട് ഇതുപോലെ എക്സ്പോർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയും റെസൊല്യൂഷൻ എന്നുള്ളൊരു ഭാഗം. അവിടെ ധാരാളം റെസൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും ലോ ലെവലിൽ 360 വെക്കുമ്പോൾ നിങ്ങൾക്ക് ഫയലിൻ്റെ സൈസ് കാണാം. താഴെ വെറും 2 MB ആണ് നമ്മുടെ ഫയൽ സൈസ്. അത് 540 മാറ്റുമ്പോൾ
5 MB ആയി മാറിയിട്ടുണ്ട്. അതുപോലെ അത് HD 720 മാറ്റുമ്പോൾ അതിലും കൂടുന്നുണ്ട്, 10 MB ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി കൂട്ടുന്നതിനനുസരിച്ച് നമ്മളെ ഫയലിൻ്റെ സൈസ് കൂടുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളെ ഒരു QHDയിലൊക്കെ എന്താണ് എക്സ്പോർട്ട് ചെയ്താൽ 41 MB ആവും. അപ്പോൾ 2 MB ഉള്ള ഫയൽ 41 MB ആവും നമ്മൾ ഈ ഒരു ലെവലിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് യൂട്യൂബേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫുൾ HD 1080 അത് മതിയാവും. നമുക്കൊരു യൂട്യൂബേഴ്സ് പൊതുവേ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു റെസൊല്യൂഷൻ ഫുൾ HDയിൽ 1080 എന്നുള്ള ആ ഒരു റെസൊല്യൂഷനാണ്. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നത് 25 MB ആണ്. അവിടെ നമുക്ക് താഴെ കാണാൻ കഴിയും. അതിൻ്റെ താഴെ അതുപോലെ തന്നെ കാണാൻ കഴിയും ഒരു ബിറ്റ് റേറ്റ് എന്നിട്ട് കാണാൻ കഴിയും. ഇതൊരു ആവറേജ് നമ്മളൊരു 9 ഒരു 8 ഇതിൻ്റെ ഇടയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മതി. അവിടെ ബിറ്റ് റേറ്റ് നമ്മൾ കൂടുമ്പോൾ നിങ്ങൾക്കറിയാം താഴെ നമ്മുടെ ഫയലിൻ്റെ സൈസ് പിന്നെയും കൂടുന്നുണ്ട്. ഒരു ആപ്പ് നമ്മളൊരു 24 വെക്കുമ്പോൾ 67 MB ഒക്കെ ആവുന്നുണ്ട്. അത് കൂട്ടിയും കുറച്ചും നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനും കഴിയും. പക്ഷെ നമുക്കൊരു ആവറേജ് നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഒരു 8 MB നമുക്ക് ധാരാളമാണ്. കാരണം നമ്മൾ ഒരുപാട് ബിറ്റ് റേറ്റ് നമ്മൾ കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. വളരെ വലിയ ഒരു സൈസായിരിക്കും നമുക്ക് കിട്ടുക ഫയല്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 8 MB ഒക്കെ നമ്മൾ ആവറേജ് എടുത്താൽ മതി. ഇനി നമുക്ക് മൂന്നാമതായിട്ട് പറയാനുള്ളത് ഫ്രെയിം റേറ്റ് എന്നുള്ളൊരു ഭാഗമാണ്. അവിടെ നമുക്കിപ്പോൾ ഈ ഒരു കൈൻമാസ്റ്ററിൽ 30 കാണുന്നുണ്ട് മാക്സിമം. ചില കൈൻമാസ്റ്ററിലൊക്കെ 60 വരുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സ്ലോ മോഷനിലുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു 30 കൂടുതലുള്ള ഫ്രെയിം റേറ്റ് എടുത്താൽ മതി. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് 30 ഫ്രെയിം റേറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മളൊരു ഫുൾ HD 1080 എടുത്തു, ഫ്രെയിം റേറ്റ് 30 എടുത്തു, അതുപോലെ നമ്മളെ ബിറ്റ് റേറ്റ് ഒരു 8.18 എടുത്തു. അതൊരു 9 വരെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഒരു ഫയലിൻ്റെ സൈസ് നമുക്ക് കുറച്ച് കിട്ടും ചെയ്യും, നല്ല ക്വാളിറ്റിയും കിട്ടും. അപ്പോൾ ഇതിലും ഒരുപാട് ബിറ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി കുറയും ചെയ്യും. അപ്പോൾ അതങ്ങനെ ചെയ്തത്. ഇതാണ് ഒരു ആവറേജ് യൂട്യൂബിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡിൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്താൽ നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങളുടെ വീഡിയോക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെ ഒരുപാട് MB കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇവിടെ സൈസ് കൂട്ടിയാൽ നമ്മളെ വീഡിയോയുടെ ക്വാളിറ്റി കൂടുമെന്നുള്ളതൊരു മിഥ്യാധാരണയാണ്. നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്തൊരു വീഡിയോ എത്ര ക്വാളിറ്റി ഉണ്ട് അതും ഇതിൽ ഒരു നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ നമ്മളത് എടുത്ത് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഫയലായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എക്സ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മളെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കുന്നതാണ്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സാണ് ഞാൻ മിക്കവാറും എൻ്റെ എല്ലാ വീഡിയോസിനും ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫ്രെയിം റേറ്റും ഈ ഒരു റെസൊല്യൂഷനാണ്. ഇനി നിങ്ങൾ ഏതൊരു വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്താലും നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് താഴെ ബാക്കിലോട്ട് വന്നിട്ട് നിങ്ങൾ ആ ഒരു ഫുൾ സ്ക്രീനിൽ നിങ്ങളതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ വീഡിയോ ഏത് രീതിയിലാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും പ്ലേ എന്നുള്ളൊരു ബട്ടൺ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീൻ മുഴുവനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കാണാൻ കഴിയും. നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്യുന്ന ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ സ്ക്രീനിൽ കാണാത്തതുകൊണ്ട് നമുക്കതിൻ്റെ കറക്റ്റ് ഔട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഏത് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് ഒരു പ്ലേ ചെയ്ത് നോക്കുന്നത് നന്നായിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്കറിയാം. ഒരു മൂന്നാമത്തെ ഒരു 3 ഡോട്ട് ഉണ്ട്. അത് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊജക്റ്റ് എന്നുള്ള ഭാഗമാണ്. ചില വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തു നല്ല വൃത്തിയായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇനിയും എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം കൂടുതൽ അത് കുളമാവുമെന്നൊരു പേടിയുണ്ടെങ്കിൽ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് പ്രൊജക്റ്റ് തയ്യാറാക്കി വെക്കാം. അപ്പോൾ അത് 2 പ്രൊജക്റ്റായിട്ട് അവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തേതിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡ്യൂപ്ലിക്കേറ്റ് പ്രൊജക്റ്റ് ഞാൻ 2 സെലക്ട് ചെയ്ത്. എനിക്ക് ഇനി ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ഇഷ്ടം പോലെ തോന്നിയ പോലെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അത് കുളമായി കഴിഞ്ഞാലും നമുക്കത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. പഴയ പ്രൊജക്റ്റ് അവിടെ ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നാലാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് ഡിലേറ്റ് പ്രൊജക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഡിലേറ്റ് ചെയ്യണമെങ്കിൽ ഡിലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു സന്ദർഭം വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു സെറ്റിങ്സിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ളൊരു ബേസിക് റേഷ്യോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോവാം. അതല്ല നിങ്ങൾക്കതൊരു ക്വാളിറ്റി കുറവാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് മാറാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് കൈൻമാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ റിപ്ലൈ തരുന്നതാണ്.
അപ്പോൾ കൂടുതൽ യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. നിങ്ങളുടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, ചാനലൊന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ യൂട്യൂബ് ടിപ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.